ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘങ്ങളെ അയക്കും. ദേശസുരക്ഷയിൽ രാജ്യത്തെ സഹായിക്കുന്നതിൽ പൌരന്മാർക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് അന്തിമ രൂപം ആയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ISROയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 നാളെ പുലർച്ചെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. സുസ്ഥിര വളർച്ചയ്ക്കും വികസനത്തിനും ശാസ്ത്ര അവബോധവും സാങ്കേതിക അറിവുകളും വ്യാപകമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPLൽ ഇന്ന് ബംഗളൂരു കൊൽക്കത്ത മത്സരം. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഭീകരബന്ധങ്ങൾ തുറന്നുകാട്ടുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ. പ്രതിനിധി സംഘങ്ങളിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ, മുതിർന്ന നയതന്ത്രജ്ഞർ തുടങ്ങിയവരുണ്ടാകും. UN സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങളിൽ ഉൾപ്പെടെ സംഘം സന്ദർശനം നടത്തും. എല്ലാത്തരം ഭീകരവാദത്തെയും ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഐക്യം, ഭീകരതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാ മനോഭാവം എന്നിവ സംഘം വ്യക്തമാക്കും. പ്രതിനിധി സംഘത്തിൽ ബിജെപിയിൽ നിന്ന് രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ, കോൺഗ്രസ് നേതാവ് ശശി തരൂർ, JDUവിന്റെ സഞ്ജയ് കുമാർ ഷാ, DMK അംഗം കനിമൊഴി, NCP അംഗം സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവരാണ് ഉള്ളത്. 103 അമൃത ഭാരത് സ്റ്റേഷനുകൾ ഈ മാസം 22-ന് രാജസ്ഥാനിലെ ബീക്കാനീറിലെ ദേശ്നോക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക സംസ്കാരവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ഈ സ്റ്റേഷനുകൾ നഗര കേന്ദ്രമായി പുനർവികസിപ്പിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ ബോർഡ് ഇൻഫർമേഷൻ ആന്റ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാശവാണി ന്യൂസിനോട് പറഞ്ഞു. ദേശസുരക്ഷയിൽ രാജ്യത്തെ സഹായിക്കുന്നതിൽ പൌരന്മാർക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ ജയ്പൂരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. വ്യാപാരം, വാണിജ്യം എന്നിവയ്ക്ക് സുരക്ഷയിൽ നിർണായക സംഭാവന നൽകാൻ ആകുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയം നേടിയ ഇന്ത്യൻ സൈന്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം അഭിനന്ദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരമായി സമാധാനം, ശാന്തി, ധാർമ്മികത എന്നിവയിൽ ഊന്നിയുള്ള ഇന്ത്യയുടെ പ്രതികാരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. To our armed forces and visionary leadership of Prime Minister Narendra Modi for remarkable success of ongoing Sindoor operation. It was a remarkable retaliation befitting our ethos of peace and tranquility to the barbarity that happened on April 22 Pahalgam. ഇന്ത്യൻ സൈനികരെ ലോകം മുഴുവൻ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയും 3 സേനകളുടെ ധൈര്യത്തെയും പ്രശംസിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ശക്തമായ സാമ്പത്തിക വളർച്ച, ദ്രുതഗതിയിലുള്ള അടിസ്ഥാന സൌകര്യ വികസനം, അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ എന്നിവയാൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർന്നുവെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ബ്രസീലിലെ സാവോപോളോയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. നവീകരണം, കാർഷിക ബിസിനസ്, ഊർജ്ജം, ഡിജിറ്റൽ സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ ബ്രസീൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. ISROയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 നാളെ പുലർച്ചെ 5:59-ന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. PSLV C-61 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. വിവിധ മേഖലകളിലെ റിമോട്ട് സെൻസിംഗ് ഡേറ്റ ശേഖരിക്കുന്നതിനാണ് EOS-09 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ കാലാവസ്ഥയിലും വിവിധ ഭൌമ നിരീക്ഷണ സംവിധാനങ്ങൾക്കായി ചിത്രങ്ങൾ നൽകാൻ കഴിവുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡ് ഉപഗ്രഹത്തിലുണ്ട്. വിക്ഷേപണത്തിനുള്ള കൌണ്ട് ഡൌൺ ഇന്ന് രാവിലെ ആരംഭിച്ചു. മറ്റന്നാൾ ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. ഊർജ്ജ സുരക്ഷ, താങ്ങാവുന്നതും സുസ്ഥിരവുമായ ഊർജ്ജ ലഭ്യത എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ഊർജ്ജ ശേഷിയിലെ 90% വർധനവ്, പുനരുപയോഗ ഊർജ്ജം, ഹരിത ഹൈഡ്രജൻ, ബയോ ഇന്ധനം, സുസ്ഥിര നൂതന വികസനം എന്നിവ ഉൾപ്പെടെ കഴിഞ്ഞ ദശാബ്ദത്തിൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം ഇന്ത്യ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു.
ലോക ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പാൽ ഉൽപാദനം എല്ലാ വർഷവും 6% വർദ്ധിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. അഗർത്തലയിൽ ഡയറി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനം നേടാവുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന പിന്തുണയെ മന്ത്രി പ്രശംസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാഷ്ട്രത്തിനായി പോരാടിയ ധീരസൈനികരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തുടനീളം തിരംഗയാത്രകൾ പുരോഗമിക്കുന്നു. സായുധ സേനകളോടുള്ള ആദരസൂചകമായി ആകാശവാണി വാർത്തകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് കാർഗിൽ യുദ്ധത്തിൽ മാതൃകാപരമായ ധീരത പ്രകടിപ്പിച്ച പരംവീര ചക്ര ജേതാവ് റൈഫിൾമാൻ സഞ്ജയ് കുമാറിനെ സ്മരിച്ചു. 1999 ജൂലൈ 4 കാർഗിൽ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം സമാനതകളില്ലാത്ത പോരാട്ട വീര്യമാണ് പ്രകടിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സായുധസേനയെ പിന്തുണച്ച് ഹൈദരാബാദിലെ ടാങ്ക് ബണ്ടിൽ തിരംഗയാത്ര നടന്നു. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, മുൻ ഗവർണർ വിദ്യാസാഗർ റാവു, കേന്ദ്രമന്ത്രിയും തെലങ്കാന സംസ്ഥാന BJP പ്രസിഡന്റുമായ ജി കിഷൻ റെഡ്ഡി തുടങ്ങിയവർ പങ്കെടുത്തു. പോണ്ടിച്ചേരി സർവകലാശാല ക്യാമ്പസിലും തിരംഗ വിജയ മാർച്ച് സംഘടിപ്പിച്ചു. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ സങ്കീർണമാണെന്നും അന്തിമ രൂപമായിട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള എല്ലാ തീരുവകളും ഇന്ത്യ പിൻവലിക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് മറുപടിയായാണ് ശ്രീ ജയശങ്കറിന്റെ പരാമർശം. ഇന്ത്യയും USഉം തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ തുടരുകയാണെന്നും ഏതൊരു വ്യാപാര കരാറും പരസ്പരം പ്രയോജനമാകേണ്ടതാണെന്നും ശ്രീ ജയശങ്കർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. Between India and US, trade talks have been going on, negotiations have been going on. These are very complicated negotiations. Nothing is decided till everything is. But any trade deal has to be mutually beneficial. Any trade deal has to work for both the countries. And I think that would be our expectation from the trade deal. സുസ്ഥിര വളർച്ചയ്ക്കും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനത്തിനും ശാസ്ത്ര അവബോധവും സാങ്കേതിക അറിവുകളും വ്യാപകമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള നിയമസഭയിൽ പ്രൊഫഷണലുകളുമായുള്ള സംവാദ പരിപാടിയായ പ്രൊഫഷണൽ 2025 ആമുഖ പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പ്രൊഫഷണലുകളുടെ നിർദ്ദേശങ്ങളിൽ നയരൂപീകരണമടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ഹരിയാനയിൽ 2 പേർ അറസ്റ്റിൽ. ഹിസാറിൽ യൂട്യൂബർ ജ്യോതി റാണിയും കൈഥലിൽ 25 വയസ്സുകാരൻ ദേവേന്ദർ സിംഗുമാണ് അറസ്റ്റിലായത്. ഹിസാർ സിവിൽ പോലീസ് ജ്യോതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ 5 ദിവസത്തെ റിമാൻഡിൽ പ്രവേശിപ്പിച്ചു. ജ്യോതി നിരന്തരം പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളുമായി ബന്ധപ്പെട്ടിരുന്നതായും സാമൂഹ്യ മാധ്യമത്തിലൂടെ വിവരങ്ങൾ കൈമാറിയിരുന്നതായും ഹിസാർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. ഇവർ 4 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും അദ്ദേഹം അറിയിച്ചു. ദേവേന്ദർ സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഇന്ത്യൻ സേനയുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പാകിസ്ഥാന് കൈമാറിയതായി പോലീസ് വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിന്റെ ടോസ് മഴ മൂലം വൈകുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 3 വർഷത്തിനിടെ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ധാരണയിലെത്താതെ റഷ്യയും യുക്രൈനും. അതേസമയം റഷ്യയുമായി ധാരണയിലെത്താത്ത പശ്ചാത്തലത്തിൽ യുക്രൈൻ പാശ്ചാത്യ സഖ്യരാജ്യങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടു. ചർച്ച അവസാനിച്ചയുടൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് രാജ്യത്തലവന്മാരുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘങ്ങളെ അയക്കും. ദേശസുരക്ഷയിൽ രാജ്യത്തെ സഹായിക്കുന്നതിന് പൌരന്മാർക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് അന്തിമരൂപമായിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ISROയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 നാളെ പുലർച്ചെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. സുസ്ഥിര വളർച്ചയ്ക്കും വികസനത്തിനും ശാസ്ത്ര അവബോധവും സാങ്കേതിക അറിവുകളും വ്യാപകമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPLൽ ഇന്ന് ബംഗളൂരു കൽക്കത്ത മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.